നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിനെ കുറിച്ചാണ്. ലഹരിമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? പ്രത്യേകിച്ച് റിയാദ്, ഹായിൽ ഭാഗങ്ങളിൽ നടന്ന ആ ഒരു വലിയ ഓപ്പറേഷൻ, അതിലേക്കൊന്ന് ആഴത്തിൽ പോകാം. മന്ത്രാലയം പറയുന്നതനുസരിച്ച് ആംഫെറ്റമൈൻ, പിന്നെ മെഥാംഫെറ്റമൈൻ, അതായത് നമ്മളിവിടെ ഷാബു എന്നൊക്കെ പറയുന്ന സാധനം, അതുപോലെ ചില നിയന്ത്രിത മെഡിക്കൽ ഗുളികകളൊക്കെ കൈവശം വയ്ക്കുകയും വിൽക്കുകയും ചെയ്ത കുറച്ച് ക്രിമിനൽ സംഘങ്ങളെയാണ് പിടിച്ചിരിക്കുന്നത്. അതെ, ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് ആംഫെറ്റാമൈനും ഷാബുവും, ശരിക്കും ഈ മേഖലയിൽ വലിയൊരു പ്രശ്നമായിട്ട്, ഒരു ആശങ്കയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഈ വേട്ടയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ കേസിൽ പിടിക്കപ്പെട്ടവരുടെ ഒരു പശ്ചാത്തലമാണ്. അതെ, അതാണ് ഇതിലൊരു ഞെട്ടിക്കുന്ന വശം, അല്ലേ? മൊത്തം 37 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിലെ 28 പേര് സൗദി പൗരന്മാരാണ്. അത് തന്നെ ഒരു പ്രധാന കാര്യം. തീർച്ചയായും. പക്ഷെ അതിലും അപ്പുറം ഈ 28 സൗദി പൗരന്മാരിൽ ഒരാൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ ഉദ്യോഗസ്ഥനാണ്. പിന്നെ 2 പേർ നാഷണൽ ഗാർഡിൽ നിന്ന്, വേറെ 2 പേർ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന്, ഒരാൾ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും. ഇതാണ് ഇതിന്റെ ഗൗരവം കൂട്ടുന്നത്. ശരിയാണ്. ഇത് വെറുമൊരു ലഹരിമരുന്ന് കേസ് എന്നതിന് അപ്പുറം പോകുന്നു, അല്ലേ? അതെ, അതായത് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായവർ തന്നെ ഇതിൽ കണ്ണികളാവുന്നു എന്ന് വരുമ്പോൾ ഈ ശൃംഖലയുടെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഈ സൗദി പൗരന്മാർക്ക് പുറമെ മറ്റു രാജ്യക്കാരുമുണ്ടല്ലോ. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച 2 എത്യോപ്യക്കാർ, പിന്നെ 5 സിറിയൻ പ്രവാസികൾ, ഒരു യമനി താമസക്കാരൻ, വേറൊരു യമനി പ്രവാസി, അങ്ങനെ പല രാജ്യക്കാര്. ഈ ഒരു വൈവിധ്യം, പിടിക്കപ്പെട്ടവരുടെ ഈ ഒരു മിക്സ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ ശൃംഖലയ്ക്ക് രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും നല്ല ബന്ധങ്ങൾ ഉണ്ടാവാമെന്നാണ്. ചിലപ്പോൾ ഒരു അന്താരാഷ്ട്ര സ്വഭാവം ഇതിനുണ്ടായേക്കാം. എന്തായാലും പിടിച്ച സ്ഥിതിക്ക് ഇവർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയം അറിയിച്ചത്. അതെ, അതോടൊപ്പം തന്നെ സൗദി അധികാരികൾ വളരെ ശക്തമായൊരു സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. രാജ്യത്തെയും പ്രത്യേകിച്ച് യുവാക്കളെയും ലക്ഷ്യം വെക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ആരെയും അവരുടെ പദവി നോക്കാതെ പിടികൂടുമെന്നൊരു താക്കീത് കൂടിയാണിത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യ ലഹരിമരുന്നിനെതിരെ വളരെ കർശനമായ നിലപാടാണ് എടുക്കുന്നത്. കുറ്റം ചെയ്തവർ ആരായാലും രക്ഷപ്പെടില്ല എന്നൊരു സൂചന. ശരിയാണ്. പക്ഷേ നമ്മൾ വീണ്ടും ആ പഴയ പോയിന്റിലേക്ക് വരുന്നു. അതായത് സർക്കാർ സംവിധാനങ്ങളിലിരിക്കുന്നവർ, ഈ നാടിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ എങ്ങനെയാണ് ഇത്തരം ശൃംഖലകളുടെ ഭാഗമാവുന്നത്? എന്തായിരിക്കാം അതിന് കാരണം? ഇതൊരു വലിയ ചോദ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ പിടികൂടിയത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരിക്കാം. ഈ ശൃംഖലയുടെ ശരിക്കുള്ള വലിപ്പം, അതിൻ്റെ പിന്നിലെ ശക്തികൾ, അതൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം കരുതാൻ. തീർച്ചയായും വിഷയം ഇവിടെ തീരുന്നില്ല. ഞങ്ങൾ ഈ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും എങ്ങനെ ഇതിൽ പെട്ടുപോകുന്നു? അതൊരു ചിന്താവിഷയമായിട്ട് നിങ്ങൾക്കും എടുക്കാവുന്നതാണ്.